സിന്ധു നദീ ജലം തടയാൻ ഇന്ത്യ ഡാം കെട്ടിയാൽ 10 മിസൈൽ അയച്ച് തകർക്കുമെന്നാണ് അസിം മുനീർ, പാകിസ്ഥാൻ പട്ടാള മേധാവി, ഇന്നലെ അമേരിക്കയിൽ വെച്ച് പറഞ്ഞത്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ പകുതി നശിപ്പിക്കാനുള്ള ആണവശേഷി ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ ആരെങ്കിലും അടിച്ചാൽ ലോകത്തിൻ്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകും എന്നും അസിം മുനീർ പറയുന്നു. അപ്പോൾ ഇന്ത്യക്ക് നേരെ പരസ്യമായ ആക്രമണം പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്കയിൽ വെച്ച് നടത്തുന്നു. സംഗതി ഇത്തിരി ഗുരുതരമാണോ? ആർക്കാ ഇതുപോലത്തെ പൊങ്ങച്ചം പറയാൻ പാടില്ലാത്തത്? ഈ ആസിം മുനീറിനേക്കാൾ കടുപ്പപ്പെട്ട ചരക്കാണ് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ. അയാൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. തീർത്തു കളഞ്ഞാൽ സകല അയാളിലുണ്ട്. ഈ ആണവായുധമുള്ള ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ. അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയും, തട്ടിക്കളഞ്ഞാൻ വെട്ടിക്കളഞ്ഞാൻ എന്നൊക്കെ പറയും. ആരും മൈൻഡ് ചെയ്യില്ല, ആരും അയാൾക്ക് മറുപടി കൊടുക്കില്ല. നീ ചെയ്യുന്നെങ്കിൽ ചെയ്തോടാ. ഈ ട്രംപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുമ്പോൾ അസിം മുനീർ പാകിസ്ഥാനിൽ 2ാം തവണ പോകുന്നു, എന്നിട്ട് ഇത് പറയുന്നു. മാത്രമല്ല ചേട്ടാ, ഇന്നലെ നമ്മുടെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുടെ വാർത്താ സമ്മേളനത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പരമ്പരാഗത യുദ്ധമല്ല, ഒരു ചെസ്സ് കളി പോലെയാണ് നടന്നത്. ചിലപ്പോൾ ചെക്ക്മേറ്റ് ചെയ്യും, നമ്മൾ വെട്ടും, അതൊക്കെ ചെയ്തു. അടുത്ത പ്രാവശ്യം ഇതേ ഗെയിം ആയിരിക്കണമെന്നില്ല. പക്ഷേ വൈകാതെ ഒരു യുദ്ധം വീണ്ടും ഉണ്ടാകും. അതിൽ ഒരു പക്ഷേ മറ്റൊരു രാജ്യം കൂടി ഇന്ത്യക്കെതിരെ യുദ്ധത്തിനുണ്ടാവും എന്ന് നമ്മുടെ സൈനിക മേധാവി പറയുന്നു. അതും ഇതും എല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സെർവിങ് സൈനിക മേധാവിമാർ അടുത്ത യുദ്ധം അതിൻ്റെ ടാക്ടിക്സ് ഒക്കെ പറയുന്നത് നമ്മളെ കൺസംഷന് വേണ്ടിയിട്ടല്ല. അത് പാകിസ്ഥാനും ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സംശയം തോന്നും, ഇതാണോ ഈ ചേട്ടൻ ചെയ്യാൻ പോകുന്നത്? ടു ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ ദ എനിമീസ് മൈൻഡ്. ഇപ്പോൾ ഈ 2 രാജ്യം ഏതാണെന്ന് സുനിലിന് ചോദിക്കാൻ തോന്നിയില്ല. ഇതേ 2 രാജ്യം ഏതാണ് എന്ന് പാകിസ്ഥാന് രണ്ടാമത്തെ ഏതായി ഇവന് ഉദ്ദേശിക്കുന്നത്? പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ചൈനയുണ്ട്, തുർക്കിയുണ്ട്, അമേരിക്കയുണ്ട്. തുർക്കി കഴിഞ്ഞുകൊണ്ട് തന്നെ പങ്കെടുത്തതല്ലേ? തുർക്കിയുടെ ഒരു ചേട്ടൻ ശ്രദ്ധിച്ചോ, ഒരു ട്രാൻസ്പോർട്ട് വിമാനം, സൈനിക ചരക്ക് വിമാനം ഇന്നലെ ഇന്ത്യ തകർത്ത് ഇപ്പം നന്നാക്കിയെടുത്ത നൂർഖാൻ എയർബേസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രോണും ആയുധങ്ങളുമായിട്ട് വന്നതാണെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പങ്കെടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അതെ, ഡ്രോൺ കൊടുത്തത് മാത്രമല്ല, തുർക്കിയിലെ പട്ടാളക്കാരും പാകിസ്ഥാനിൽ വന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. പാകിസ്ഥാൻ ഈ പട്ടിക്ക് പൊതിയാത്ത അങ്ങനെ കിട്ടിയ പോലെ ഡ്രോൺ കിട്ടി, ഇത് എന്ത് ചെയ്യും ചേട്ടാ? എടാ അത് കൊളുത്തി വിടറാ ചേട്ടാ, ഇത് പൊങ്ങുന്നില്ല. അന്ന് ശരി നിൽക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് യൂണിഫോം ഒക്കെ ഇട്ട് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നിട്ട് അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തുർക്കി നേരിട്ട് പങ്കെടുത്തു. ചൈന ലൈവായിട്ട് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തു, ഇന്ത്യ ഇന്ന സ്ഥലത്ത് ഇന്ന വിമാനമുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ടെക്നിക്കലി അവരും പങ്കെടുത്തു എന്ന് പറയാം. അമേരിക്ക പിന്നെ നേരത്തെ തന്നെ F-16 ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ പട്ടാളക്കാർ പാകിസ്ഥാനിൽ വന്നില്ലെന്നേ ഉള്ളൂ. ഈ ബേസുകളിൽ, മിലിറ്ററി ബേസിലൊക്കെ അമേരിക്കക്കാരുണ്ട്, അമേരിക്കൻ പട്ടാളം ഉണ്ട് പാകിസ്ഥാനിൽ. അപ്പം ഇനിയിപ്പോൾ ഏത് രാജ്യമായിരിക്കും ഈ ചവാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് വല്ല പിടിയുണ്ടോ? എനിക്കറിയാമല്ലോ, അയാൾ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ഏതായിരിക്കും ചേട്ടാ? ക്രിയേറ്റ് എ കൺഫ്യൂഷൻ. അമേരിക്കയും അവരുടെ വിറ്റ്കോഫ് ആരെങ്കിലും ഇവിടുത്തെ നമ്മുടെ വിദേശ അതേ മൂപ്പര് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഏതാ ഈ രണ്ടാമത്തെ? എനിക്കറിയില്ല, പുള്ളി ഒന്നും മിണ്ടുന്നുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. സത്യമാണ്, സത്യം ഞാൻ ഇന്നലെയും പോയി ചോദിച്ചു, പുള്ളിയുടെ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് അവിടെ പറയൂല. പുള്ളി പറഞ്ഞു ഇല്ലടാന്ന് അറിയണം, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനും ഇത് കേട്ടു, പുള്ളി ഇങ്ങനെ ടി വിയിലിരുന്ന് അടിക്കുന്നത് കേട്ടു. അബ്സല്യൂട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഇതൊക്കെ പട്ടാളത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടെക്നിക്സാണ്. സെർവിങ് ചീഫ് പറയുന്നത് പലപ്പോഴും കഴിഞ്ഞു പോയതാണെങ്കിൽ നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടും അതിലും വേറൊരു ഉദ്ദേശമൊക്കെ ഉണ്ടാവും. ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷെ മുനീറിൻ്റെ ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് ദ പ്രിൻ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുനീർ അവിടെ സ്വകാര്യ സംഭാഷണമായിരുന്നു, അവിടെ മീഡിയ ഒന്നും അലോ ചെയ്ത് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. പ്രിൻ്റ് പറയുന്നത്, ഇനി ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ കിഴക്ക് നിന്ന് ആക്രമിക്കും. കിഴക്കുള്ളൊരു വീക്ക് പോയിൻ്റ് ഉണ്ട്, നമ്മുടെ ചിക്കൻ നെക്കിൻ്റെ കാര്യമാണ്, ബംഗ്ലാദേശിൻ്റെ സഹായമായിരിക്കും പറയുന്നത്. അവിടെ നിന്ന് അടിച്ചിട്ട് ഞങ്ങൾ പടിഞ്ഞാറേക്ക് വരും എന്നുള്ളൊരു ഡീറ്റെയിൽഡ് റോഡ് മാപ്പും അവതരിപ്പിച്ചു എന്നാണ് പ്രിൻറ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രാജ്യം ബംഗ്ലാദേശ് ആയിക്കൂടെ?
അത് ആയിക്കൂടെ എന്നുള്ള ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഇതെടുത്ത് ഈ കീറാമുട്ടി എടുത്തിട്ടിരിക്കുന്നത്. രണ്ടു കൂട്ടരും നമ്മുടെ ആശാനും കൊടുത്തു, അവരുടെ ആശാനും കൊടുത്തു. അതിനെ മുനീറിൻ്റെ വാചകമൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. മുനീർ ഈ നമ്മുടെ കറിയാച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്, KL മോഹനവർമ്മ, മാതൃഭൂമി പത്രത്തിനിടയ്ക്ക് എഴുതുമ്പോൾ സെക്രട്ടേറിയറ്റിന് തെക്കുവശം ട്രിവാൻഡ്രം ഹോട്ടലിൽ താമസിക്കുന്ന കറിയാച്ചൻ, പുള്ളിയൊരു പവർ ബ്രോക്കറാണ്. അപ്പോൾ അയാൾ പേര്. അപ്പോൾ കറിയാച്ചനും കറിയാച്ചൻ്റെ അഭിമുഖമായിട്ടിരിക്കുന്ന ആളും തമ്മിലുള്ളൊരു സംഭാഷണമായിട്ടാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഈ മുൻവശത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ പിമ്പായിരിക്കും മുമ്പിലിരിക്കുന്നത്. ഇവർ വലിയ പൊങ്ങച്ചൊക്കെ പറയും കറിയാച്ചനോട്. കറിയാച്ചൻ മിണ്ടാതെ ഇത് കേട്ടുകൊണ്ടിരിക്കും. കുറേശ്ശെയായിട്ട് റമ്മിങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ട് മറ്റേ ആൾ വൻ പദ്ധതികളൊക്കെ അവതരിപ്പിക്കും. ഇത് ഈ കള്ളിൻ്റെ പുറത്ത് അവതരിപ്പിക്കുന്നത്. ഇതുപോലെയാണ് ആസിം മുനീർ. ആസിം മുനീർ രണ്ടെണ്ണം വീശിയിട്ട് അങ്ങനെ പൊങ്ങച്ചൊക്കെ പറയും, ഞാൻ കിഴക്കുന്നടിക്കും അവനെ. ചേട്ടാ കിഴക്കുന്നടിച്ചാൽ ചിലപ്പോൾ കൊണ്ടില്ല, നീ ചുമ്മാ ഇരിക്കണം, എനിക്കറിയാം, ഞാൻ കിഴക്കുന്ന വിട എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് റിഡിക്കുലസ് തിങ്. ആസിം മുനീർ ഉണ്ട പുഴുങ്ങാൻ പോകുന്നു, പോയി പണി നോക്കാൻ പറഞ്ഞു. ഇത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഈ വാർത്ത വരുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടാവില്ലേ? എന്തിന്? യു ലുക്ക് അറ്റ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരു രോമത്തിൽ തൊടാൻ അവർക്ക് സാധിച്ചില്ല. മമ്മൂട്ടി പറയുന്നില്ല, നന്ദഗോപാൽമാരുടെ ഒരു രോമത്തിൽ അത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവർക്ക്. എന്ത് ചെയ്യാൻ സാധിച്ചു? നത്തിങ്. പേടിക്കാനൊന്നുമില്ല. എന്ത് പേടിക്കാൻ? ഇനിയിപ്പോൾ അവർ ഈ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അവർ അടുത്തത് വർക്കൗട്ട് ചെയ്യും. അടുത്തത് എന്താണെന്നും അത് നമ്മളുടെ DGMO ഇതിൽ അതിനുശേഷം AP സിംഗ്, CDS ഇവരൊക്കെ പറഞ്ഞിരുന്നു, നെക്സ്റ്റ് യുദ്ധത്തിൽ അവർ വീണ്ടും സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യും. നമ്മൾ അവരുടെ സിവിലിയൻസിന് ദോഷം വരാതെ ടാർഗറ്റ് ചെയ്ത് കാര്യം കാണുന്നു. അവർ എങ്ങനെയെങ്കിലും സിവിലിയൻസിന് ദോഷം വരാനായിട്ട് നോക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ സിവിലിയൻസ് കുറച്ച് പേര് ചത്തു എന്ന് വെച്ചോ, അപ്പോൾ ഇന്ത്യയിലെ ഈ പ്രതിപക്ഷം എല്ലാം കൂടെ 18 പേരെ കുരുതി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് KC വേണുഗോപാൽ, ബെന്നി ബെഹനാനൊക്കെ ഇങ്ങനെ തുള്ളും. അവർക്ക് എങ്ങനെയാണെങ്കിലും നരേന്ദ്രമോദിയെ ഇറക്കുക എന്നുള്ളതാണ്. ആസിം മുനീർ പ്രസിഡൻ്റായി സമാധാനം. അതെ, പ്രധാനമന്ത്രി ആയാലും അവർ ഓക്കെയാണ്. ആസിം മുനീറിന് സിന്ദാബാദ് വിളിക്കും ഈ കക്ഷികൾ മുഴുവൻ. ബട്ട് ഇന്ത്യക്കാരൻ മോദി പറ്റില്ല. ആ അവസ്ഥയുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ സിവിലിയൻ ടാർഗറ്റ്സ് കഴിഞ്ഞ തവണ അവർ ചെയ്തതല്ലേ. അതെ അതെ. അവർ അമൃത്സറിൽ സുവർണക്ഷേത്രത്തിന് നേർക്ക് മിസൈൽ അയക്കുന്നു, നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ അവരുടെ റേഡിയോയിലും TV-യിലും അനൗൺസ് ചെയ്യുന്നു, ഇന്ത്യൻ സൈന്യം ഈ തക്കം നോക്കിയിട്ട് സുവർണക്ഷേത്രം തകർക്കാൻ നോക്കുന്നു. സുവർണക്ഷേത്രത്തിന് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഈ ഇംപ്രഷൻ കിട്ടണം, ഇത് നമ്മളെ ഈ തക്കത്തിൽ സിഖുകാരെ നശിപ്പിക്കാൻ നോക്കുകയാണ് മോദി. ഈ സംഭവമൊന്നും നടന്നില്ല. സുവർണക്ഷേത്രത്തിന് ഉള്ളിൽ തന്നെ ആൻറ്റി മിസൈൽ സംവിധാനം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുവർണക്ഷേത്രത്തിൻ്റെ അധികാരികൾ നിഷേധിച്ചു. അതെ, ഇവിടെയെങ്കിലും ഒന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, അവരെ കൊണ്ട് അങ്ങനെ പറയിച്ചതാണ്. കാരണം ഈ സുവർണക്ഷേത്രത്തിനുള്ളിൽ ആൻറ്റി മിസൈൽ സംവിധാനം നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അതൊരു ചർച്ചയും വിഷയമൊക്കെ ആകും സിഖ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് SGPCയെ കൊണ്ട് തന്നെ നിഷേധിച്ചു. ആൻറ്റി അതൊന്നും ഇവിടെയൊന്നുമില്ല, ഇവിടെയൊന്നും ആരും വന്നില്ല, ഞങ്ങളൊന്നും കണ്ടില്ല, ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിഷേധിച്ചു. അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ പട്ടാളം പറയുന്നു ഞങ്ങൾ അതിനകത്ത് വെച്ചിരുന്നു എന്ന് പറയുന്നു, SGPC പറയുന്നു വെച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതിൻ്റെ സത്യാവസ്ഥയൊന്നും ആരും പുറത്ത് പറയില്ല. അത് അവിടെ തീർന്നു. SGPC പറയാൻ പോയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോ ഒരു മേജറോ ഒക്കെ റിട്ടയറായി 10-25 വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒരു ആത്മകഥ എഴുതും. അപ്പോൾ പറയും, ആ ആത്മകഥയിൽ ഇതൊക്കെ പറയും. മോദി ഇന്നാളെ വിളിച്ചു, ഇന്നാൾ മറ്റേയാളെ വിളിച്ചു, SGPCക്കാരനെ വിളിച്ചു, അപ്പം ഞാനിങ്ങനെ പറയാം, താൻ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബൈ ദ ടൈം ഫേസ് ഈസ് ഓവർ. ആത്മകഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ലോകചരിത്രം. ലോകചരിത്രം വരുന്നത് ഓരോ തവണയും നടന്ന് 25, 30, 40 വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ പഴയ ആർക്കൈവ്സിൽ നിന്ന് ആൾക്കാർ ഇത് തപ്പിയെടുത്തിട്ട് കമ്പയർ ചെയ്ത് ഒരു ബിലീവബിൾ സ്റ്റോറിയാക്കി മാറ്റും, അല്ലെങ്കിൽ ആത്മകഥകൾ എഴുതും. അങ്ങനെയാണ് ഈ സത്യാവസ്ഥ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ
ദാറ്റ് വിൽ ബി ബറീഡ്. ഞാൻ ഇന്നലെ ഈ കരസേനാ മേധാവിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം 3 ഭീകര സംഘടനകളുടെ പേര് പറഞ്ഞു. ഒന്ന് TRF, ഇപ്പം നമ്മൾ നിരോധിച്ചല്ലോ, ഭീകര സംഘടനയായിട്ട് അമേരിക്കയും ഭീകര സംഘടനയായിട്ട് റെസിസ്റ്റൻസ് ഫോഴ്സിനെ പ്രഖ്യാപിച്ചു. പിന്നെയുള്ള ലഷ്കർ നേരത്തെ തന്നെയാണ്. ഹമാസിൻ്റെ പേര് പറയുന്നു. ഹമാസും ഭീകര സംഘടനയാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പും നമ്മുടെ സ്ഥിരം ആശങ്കയായിരിക്കും, നമ്മുടെ നിതാന്ത ജാഗ്രത ഹമാസിന് നേരെ ഉണ്ടായിരിക്കും എന്ന് ഇന്ത്യൻ കരസേനാ മേധാവി പറയുന്നു. ഫസ്റ്റ് ടൈം അല്ലേ അത്? ഫസ്റ്റ് ടൈമാണ് ഹമാസിൻ്റെ പേര് കരസേനാ മേധാവി പറയുന്നത്, ഫസ്റ്റ് ടൈമാണ്. ബട്ട് ദേ വെർ ഓപ്പറേറ്റിംഗ് ഈ ബൈസാരൻ, നമ്മളെ ഇതിൽ ബൈസാരൻ വാലിയിൽ വെടിവെപ്പ് നടന്നില്ല, പഹൽഗാമിൽ പെഹൽഗാം ഇൻസിഡൻറ്റിൽ ട്രെയിനിങ് കൊടുത്തത് ഹമാസായിരുന്നു. അത് ദാറ്റ് ഈസ് വെൽ നോൺ ടു. താമസിയാതെ ഹമാസ് നമ്മുടെ ടെററിസ്റ്റ് ലിസ്റ്റിൽ വരും, UAPA ലിസ്റ്റിൽ വരും. അപ്പോൾ അതിൻ്റെ തുടക്കം നിലയിലായിരിക്കും സൈന്യം ഹമാസിൻ്റെ പേര്. ഹമാസ് ഒരു ഭീകരവാദ സംഘടന. സൈന്യത്തിന് നിങ്ങളിത് ടെററിസ്റ്റ് ലിസ്റ്റിൽ പെടുത്തിയില്ലെന്നും സൈന്യത്തിനൊന്നും ഒട്ടൊന്നുമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ ടെററിസ്റ്റ് ലിസ്റ്റിൽ പെടുത്തിട്ട് വെടിവെച്ച് തീർന്നുകളയാ അവർ. സൈന്യത്തിന് ഇതൊന്നും പാടില്ല, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് അവർക്കിത് പ്രശ്നമൊന്നുമില്ല. ഇതേ വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഞാനിത് ഹമാസിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഡെസിഗ്നേറ്റഡ് ടെറർ ഗ്രൂപ്പായിട്ട് മാർക്ക് ചെയ്യാത്തത് എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തിന്, അത് അവിടെയല്ലേ, നമ്മളതേ പുലിവാല് പിടിക്കണ്ട എന്ന് കരുതിയിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരവും അതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പോലീസിൽ പോയിട്ട് സാറേ ആ ഷാജിയെ കൊണ്ട് ഒരു രക്ഷയില്ല, കിടക്കപ്പുറത്തിൽ അവൻ്റെ പേര്, അവനെ കാപ്പായിൽപ്പെടുത്തണം, റൗഡി ലിസ്റ്റിൽ പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം വയ്ക്കും. നോക്കട്ടെ, ആ ഷാജി ശരി നോക്കാം കേട്ടോ, പേടിക്കണ്ട, അത് വൈകുന്നേരം അങ്ങനെ അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി എന്നെ വിളിച്ചാൽ മതി. നമ്മളെ ആശ്വസിപ്പിച്ചിട്ട് SI അങ്ങ് വിടുന്നു. നമ്മൾ പോയി കഴിയുമ്പോൾ SIയോട് ചോദിക്കും എന്താ സാറേ പ്രശ്നം, പുള്ളി എന്താ ഒന്നും ബഹളം വെച്ചിട്ടൊക്കെ പോയത്. ആ ഷാജിയുടെ ശല്യം കൊണ്ട് മനുഷ്യർക്ക് പൊറുതിയില്ലാതായി. അയാളെ കാപ്പ ലിസ്റ്റിൽ റൗഡി ലിസ്റ്റിലേക്ക് പെടുത്തണമെന്നാണ് പറയുന്നത്. പേടുത്തി കഴിഞ്ഞാൽ അവന് നാട് കടത്തേണ്ടി വരും. ആ ജില്ലയിൽ പിന്നെ ഷാജിക്ക് കറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് കടുത്ത നടപടിയൊന്നും വേണ്ട. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം അതിൽ പോയിട്ട് അവനവിടെ ഷൈൻ ചെയ്യുകയാണെങ്കിൽ പിടിച്ചോണ്ട് ഇങ്ങ് പോരെ. ഒരു ദിവസം ഇവിടെ ലോക്കപ്പിൽ കിടന്ന് 2 എണ്ണം കിട്ടി കഴിയുമ്പോൾ അവൻ നേരെ ആയിക്കോളും. അത്രയ്ക്കുള്ള കേസേ ഉള്ളൂ. ഇതാണ് SIയുടെ അസസ്മെൻ്റ് അബൌട്ട് ഷാജി. എന്നെ സമയത്തോളം പരമദുഷ്ടനും ക്രൂരനും ദിവസവും എന്നെ പീഡിപ്പിക്കുന്നു, കാപ്പയിൽ പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. SIയെ സമയത്തോളം എൻ്റെ ആങ്സൈറ്റി SIക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അതൊരു അത്ര ഇതൊന്നും ആയിട്ടില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ. ഹമാസ് ഈസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. ബട്ട് നമ്മളവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പെടുത്തിയിട്ട് ഹമാസ് എന്നെ ടെററിസ്റ്റ് ആക്കി എന്നാൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു ബോംബ് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്. അവൻ അവിടെ നെതന്യാഹു നോക്കുന്നുണ്ടല്ലോ, അവർ തമ്മിൽ വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ വഴിയെ പോകുന്നവരത്തിനെ പിടിച്ച് കാപ്പ ലിസ്റ്റിൽ പെടുത്തിയിട്ട് അവൻ പിന്നെ വലുതായി വലിയ റൗഡിയായി ഇൻ്റർനാഷണൽ കണക്ഷനായി. ഇത് വേണ്ടെന്നാണ് SIയുടെ തീരുമാനം തൽക്കാലം. അതല്ല, മൂത്ത് കഴിഞ്ഞാൽ ഈ ലോക്കപ്പിലെ 2 ഇടി കൊണ്ട് ഷാജി നേരെ ആയില്ലെങ്കിൽ പിന്നെ ഷാജിയെ കാപ്പ ലിസ്റ്റിൽ പെടുത്തും. അതിപ്പോൾ അതിൻ്റെ തുടക്കമാണോ ഇപ്പോൾ സൈനിക മേധാവി ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ഹമാസ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണോ അല്ലയോ എന്ന് നോക്കാതെ തന്നെ അവർ ഭസ്മമാക്കി കളയും. നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ പട്ടാളം പെരുമാറുന്നത്. പട്ടാളം അവരുടെ ഒരു പെരുമാറ്റമുണ്ട്, അതങ്ങോട്ടൊക്കെ പെരുമാറും, വെദർ ഹീ ഈസ് ഇൻ ദ ലിസ്റ്റ് ഓർ ഔട്ട് ഓഫ് ദ ലിസ്റ്റ്. ഇപ്പോൾ ഹമാസ് പാലിൽ കുളിച്ച പരിശുദ്ധയായ ആൾക്കാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയാലും പട്ടാളത്തോട് കളിക്കാൻ നിന്നാൽ അവരത് തീർക്കും. ഉറപ്പാണ്. അവർ ലിസ്റ്റ് നോക്കിയല്ല എന്ന് വെടിവെക്കുന്നത്. അവർക്ക് അവരുടേതായ സംവിധാനമുണ്ട്. എനിക്ക് തോന്നിയത് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈന്യത്തലവൻ ഹമാസിൻ്റെ പേരുകൂടെ ലഷ്കറിൻ്റെയും TRFിൻ്റെയും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ഒരു സംശയം ചോദിക്കാമെന്ന് വെച്ചത്. ഏതായാലും എനിക്ക് തോന്നിയത് ഇപ്പോൾ ആസിം മുനീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് ഇന്ത്യക്കാരും പേടിക്കണ്ട, നമ്മൾ ഡാം കെട്ടണമെങ്കിൽ കെട്ടും. ഇപ്പം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് ചെയ്തു ആസിം മുനീർ? ഇപ്പോഴും നമ്മൾ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കെട്ടി പകുതിയാക്കിയത് പൂർത്തിയാക്കുന്നു. എക്സിസ്റ്റിംഗ് ഡാമിലെ ചെളി കോരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആസിം മുനീർ എന്ത് ഞൊട്ടിയോ? ഏതായാലും ഇതൊക്കെ വാർത്തകളൊക്കെ വായിച്ച ആരെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഒരാശങ്കയും വേണ്ട, ഒരാശങ്ക. അതൊക്കെ നമ്മുടെ പട്ടാളം നോക്കിക്കോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.